ഈ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് തീർക്കാനുണ്ടായിരിക്കും. ചിലപ്പോൾ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ഓർമ്മ പോലും കാണില്ല. അങ്ങനെ മൊത്തത്തിലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡാണ് ഈ എക്സാം പ്രിപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ റൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു മാക്സിമൈസ് യുവർ എഫിഷ്യൻസി ആൻഡ് കോൺഫിഡൻസ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബെസ്റ്റ് എക്സാം പ്രിപ്പറേഷൻ ടിപ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സ്റ്റാർട്ട് ഏർലി ആൻഡ് പ്ലാൻ ഹെഡ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. അതായത് നിങ്ങളുടെ മൊത്തം സിലബസിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് ഓരോ ചങ്ക്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സെറ്റ് ഗോൾസ്. ഡെയിലി വീക്ക്ലി ഗോൾസുകൾ സെറ്റ് ചെയ്യുക. അത് നമ്മുടെ പ്രോഗ്രസ് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ദിവസം ബയോളജിയിലെ 2 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ആൻഡ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ പ്രയോറിറ്റൈസ്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയാസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ എക്സാം ഫോർമാറ്റ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നോ ദ സ്ട്രക്ചർ. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക? MCQ ക്വസ്റ്റ്യൻസ്, അതുപോലെ essay ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. ദെൻ എത്ര ടൈമാണ് നമുക്കുള്ളത്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ റിവ്യൂ ദ പാസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വന്നിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വി ക്യാൻ സിമുലേറ്റ് എക്സാം കണ്ടീഷൻസ്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, ആ ഒരു എക്സാം എഴുതുന്ന പോലെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ കൂടി അത് സഹായിക്കുന്നുണ്ട്. നമ്പർ 3, യൂസ് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്ക്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ആക്റ്റീവ് റീകോൾ മെത്തേഡ്. അതായത് ചുമ്മാ നോട്ട്സ് ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരമായിട്ട് യൂസ് ഫ്ലാഷ് കാർഡ്, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച ആ ഒരു മെറ്റീരിയൽ വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്യുക. പക്ഷേ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവെൽ, റിവ്യൂ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആദ്യം നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുക, അത് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യുക. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നീട് അതൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റിവ്യൂ ചെയ്യുക. ഇതിനെയാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചൊരു കാര്യത്തെ ലോങ് ടേമിലിട്ട് ഓർത്ത് വെക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കാണ് ടീച്ച് വാട്ട് യു ലേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചൊരു കാര്യത്തെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറായിട്ട് സ്വയം അങ്ങ് ഇമാജിൻ ചെയ്ത് നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇമാജിനറി ഓഡിയൻസിന് ക്ലാസ് എടുത്തു കൊടുക്കുക. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ടോപ്പിക്കിലുള്ള നമ്മുടെ നോളജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയും നമ്മൾ ആ പഠിച്ച ആ ഒരു സാധനം ഒരുപാട് കാലത്തേക്ക് ഓർത്ത് വെക്കാനും സഹായിക്കുന്നുണ്ട്. സോ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കാണ്. നമ്പർ 4, ഓർഗനൈസ് യുവർ സ്റ്റഡി മെറ്റീരിയൽ. നമ്മുടെ കയ്യിൽ ഒരുപാട് നോട്ട്സുകളും PDF ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമുക്ക് വേണ്ടത് സമ്മറൈസ്ഡ് നോട്ട്സ് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ നമ്മളെ കൊണ്ട് നടത്താൻ വളരെ പ്രയാസമായിരിക്കും. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എവിടേക്കാണെന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേന് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ട് ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്. അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വിക്കായിട്ടുള്ള റിവിഷൻസ് നടത്താനായിട്ട് സാധിക്കും. എല്ലാം പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂസ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ചാർട്ട്സ്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്, മൈൻഡ് മാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളും പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ ഇത്തരത്തിൽ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 5, പ്രാക്ടീസ്. ഓരോ സബ്ജക്റ്റും ഓരോ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോൾവ് പ്രോബ്ലംസ്, അത് നമ്മൾ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റിലാണ് ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് ഒരുപാടധികം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക ചെയ്യണം. അതുപോലെ റൈറ്റ് എസ്സേസ്. ചില തിയറി സബ്ജക്റ്റ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് സബ്ജക്റ്റിനകത്ത് നമുക്ക് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതായത് എസ്സേസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കുള്ള ആ ഒരു ടൈം ലിമിറ്റിൽ നമ്മളത് എഴുതി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ അതിനകത്ത് ഇമ്പ്രൂവ് ആവണം. നമ്പർ 6, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പലപ്പോഴും എക്സാം ടൈമിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഉറങ്ങുകയോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ, അതായത് ആ ഇൻഫർമേഷൻസ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് പറയാറുള്ളത്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നല്ല വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് രീതിയിൽ, അതായത് ഒരുപാട് സമയം നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, കുറച്ച് സമയം എന്തെങ്കിലും ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക. അങ്ങനെ
ചെയ്യുമ്പോൾ അത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടിപ്പ് നമ്പർ 7, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. എക്സാം പ്രിപ്പറേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻസിന് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റഡി സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫോണോ TV ഇങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യവും അടുപ്പിക്കാത്ത ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പേസ്, അവിടെ ഇരുന്ന് നമ്മൾ പഠിക്കുക മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിമിറ്റ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് നേരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എക്സാം പ്രിപ്പറേഷൻ ടൈമിനകത്ത് ആ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അത് ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇത്ര സമയം മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം മാത്രം അതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത് നിങ്ങളുടെ ഈ ഒരു ടൈം വേസ്റ്റ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ടൈം വേസ്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 8, സ്റ്റേ പോസിറ്റീവ് ആൻഡ് മാനേജ് സ്ട്രെസ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അതായത് ടെക്നിക്സ് ലൈക്ക് ഡീപ് ബ്രീത്തിങ്, അതുപോലെ മെഡിറ്റേഷൻ, യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യമാണ് സ്റ്റേ മോട്ടിവേറ്റഡ്. എപ്പോഴെങ്കിലും പഠിക്കാൻ മടിയൊക്കെ തോന്നുന്ന സമയത്ത് റിമൈൻഡ് യുവർ സെൽഫ് അബൌട്ട് യുവർ ഗോൾസ്. അത് നമ്മളെ ആ ഒരു മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് ആക്റ്റീവായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവോയ്ഡ് കമ്പാരിസൺ. നമ്മുടെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്ര പഠിച്ചു, അല്ലെങ്കിൽ അവൻ ഇത്രയും പഠിച്ചു, അവൾ ഇത്രയും പഠിച്ചു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അത്തരം കമ്പാരിസൺ നിൽക്കാതെ ഫോക്കസ് ഓൺ യുവർ ഓൺ പ്രോഗ്രസ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു, ഇന്നലെ നിങ്ങൾക്ക് എത്രത്തോളം അറിയായിരുന്നു, ഇന്ന് നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയി, അത്തരത്തിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്കൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.